Hi friends, ഞാൻ നിയാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ കാണുന്നവരെല്ലാവരും ഒന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതിൽ വളരെ 20% ആളുകൾ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ല് നമുക്ക് അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു വീഡിയോ വൈറലാകാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുക്കലേക്ക് എത്തിക്കാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടാഗ്സ്. ഇത് നമ്മുടെ ടൈറ്റിൽ, തംബ്നെയിൽ, ടാഗ്, കീവേഡ്സ്, അതായത് ഈ ഒരു 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോയും എത്തിക്കാനുള്ള കുറച്ച് ട്രിക്സ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടാഗിനെ കുറിച്ചൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം 1000കണക്കിന് അല്ലെങ്കിൽ 10000കണക്കിനോ വീഡിയോസ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഇംഗ്ലീഷ് ചെയ്യുന്നവർക്കായിട്ട് മാത്രമുള്ളതാണ്. നമ്മൾ മലയാളികൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കീവേഡ്സൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് അവരൊന്നും കറക്റ്റായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാലത്തെ എൻ്റെ അനുഭവവും എൻ്റെ റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടാഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോയെ മറ്റൊരാൾക്ക് കണ്ടെത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കീവേഡ്സുകളാണ്. നമ്മൾ കൊടുക്കുന്ന വേർഡ്സുകൾ അത് നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഹൗ ടു മേക്ക് എ ചപ്പാത്തി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കീവേഡ്സിൽ നമ്മൾ മലയാളത്തിലായിരിക്കും കൊടുക്കുക എങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ടാഗ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് കീവേഡ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ചിൽ നമ്മളെ വീഡിയോസും കാണാൻ സാധിക്കും. പക്ഷേ നമ്മളെ വീഡിയോ എപ്പോഴും നമ്മൾ SEO എന്ന് പറയും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതിനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോയുടെ റാങ്കിങ് നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ ടാഗ്സ് എന്ന് പറയുന്നത്. ടാഗ് ടൈറ്റിൽ അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, ഈ 3മാണ് നമ്മുടെ SEOയെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ മുൻപൊക്കെ നമ്മൾ SEOയെ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരുപാട് വേർഡ്സുകൾ ആഡ് ചെയ്യും. ഈ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള 80% വേർഡ്സുകളും നമ്മൾ ഈ ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. അന്ന് യൂട്യൂബിന് ഇതൊരു പ്രോബ്ലം ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യൂട്യൂബ് സ്പാമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ആ ഒരു വീഡിയോയെ ടെർമിനേറ്റ് ചെയ്ത് നമുക്കൊരു സ്ട്രൈക്ക് തരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ആ ട്രിക്ക് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യൂട്യൂബ് ഒരു സിമ്പിൾ ഒരു സംഭവം തന്നിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു #ടാഗ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാഗിൽ നോക്കുമ്പോൾ നമ്മൾ SEO ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കീവേഡ്സുകൾ നമ്മൾ ആഡ് ചെയ്യണം, നല്ല കീവേഡ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എക്സ്റ്റെൻഷൻസ് ഉപയോഗിക്കാം, vidIQ അതുപോലെ TubeBuddy ഒക്കെ. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ഈ vidIQ ഞാനൊരു ഇത് ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ പേര് vidIQ എന്നാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ vidIQ അതുപോലെ TubeBuddy ഇങ്ങനെയുള്ള പിന്നെയുണ്ട് 2-3 എക്സ്റ്റെൻഷൻസ്. ഞാൻ നോർമലായിട്ട് ഈ 2 എക്സ്റ്റെൻഷൻസാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള എക്സ്റ്റെൻഷൻസ് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ vidIQ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടാഗിൻ്റെ റാങ്ക് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ റാങ്കുള്ള ടാഗ് ലൈനുകൾ മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ആണോ ചെയ്യുന്നത് ആ ഒരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ, നല്ല റാങ്കിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ടാഗ് നമുക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ SEO ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇത് എൻ്റെ മാത്രം ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം വരെ എനിക്കിത് പറ്റുന്നുണ്ട്. ഇനിയുള്ള ഇതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെയുള്ള നോർമലായിട്ട് നമുക്ക് നല്ല ടാഗ് ലൈനുകൾ, ടാഗ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് കൊടുക്കാനുള്ള ടാഗ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നത് അതിന് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗൂഗിൾ തന്നെ നൽകുന്നുണ്ട്. ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ട്രെൻഡ്സിലൂടെ നമുക്ക് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കീവേഡ്സുകളെ നമുക്ക് കണ്ടെത്തി അത് നമ്മുടെ ടാഗ് ലൈനിൽ കൊടുക്കണം. പിന്നെയുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീവേഡ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് കീവേഡ് ടൂൾ എന്നടിച്ചാൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട്
നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ യൂട്യൂബിലാണോ ഗൂഗിളിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാത്തിനായിട്ടുള്ള കീവേഡ് ടൂൾസുകൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുകയും നിങ്ങളുടെ ടൈറ്റിൽ എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ അടിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ടാഗുകൾ കണ്ടെത്താം. പിന്നെയുള്ള ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നോട് എല്ലാവരും പറയാറുണ്ട് എന്താണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റിലോട്ട് വെക്കുന്നതെന്ന്. നമ്മുടെ ട്രേഡ് സീക്രട്ടുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ മലയാളത്തിലാണ് ടൈറ്റിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ നമ്മുടെ ടാഗ് ബോക്സിൽ കൊടുക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് യൂട്യൂബിന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും ഇവരിങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇതുപോലെ നമ്മൾ ഹൗ ടു മേക്ക് ചപ്പാത്തി എന്നടിക്കുമ്പോൾ അദ്ദേഹം മലയാളിയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ വീഡിയോ അങ്ങോട്ട് കാണിക്കാം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മലയാളം എന്നടിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസിന് അവിടെ ഒരു റാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ നിങ്ങൾ SEO നോക്കുന്ന സമയത്ത് നമ്മൾ ആരും ചെയ്യാത്ത വളരെ റയറായിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുക. ഇതിനായിട്ട് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ അർഡിനോയെ കുറിച്ചായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത്. അപ്പോൾ അർഡിനോ പൊതുവേ ടോട്ടലായിട്ട് 2 ചാനലുകളായിരുന്നു ചെയ്തിരുന്നത്. ഒന്ന് ഞാനും അതുപോലെ പ്രൊപ്പോസൽ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. പുള്ളിക്കാരൻ നിർത്തി എന്ന് തോന്നുന്നു, ഞാനിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2ാമത്തെ സ്ഥാനം കിട്ടി, പുള്ളിക്കാരൻ ഇപ്പോഴും 1ാമത്തെ സ്ഥാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങൾ, യൂട്യൂബിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കൂ ഞാൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. അപ്പോൾ നമുക്കൊരു കിട്ടില്ല വീഡിയോ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.